ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ 2 ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ക്യാരറ്റ് വേവാൻ ആവശ്യത്തിന് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ക്യാരറ്റിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഉടയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാരറ്റ് വേവിക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടും വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലാണ് വേവിച്ചത്, അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പാലൊഴിച്ചിട്ടും വേവിക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ക്യാരറ്റ് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ജസ്റ്റ് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ പാൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇടാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ കുറുക്കിയെടുക്കുമ്പോൾ അടി പിടിക്കും. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. അത്യാവശ്യം പാകത്തെ മധുരം ഉണ്ടാവും. ഇനി നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ എനിക്കൊരു അമളി പറ്റിയിട്ടോ, ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കേണ്ട സ്ഥാനത്ത് 1 ടേബിൾ സ്പൂണേ എടുത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ 1/2 ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റ് സ്പൂണാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് 1 ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻ്റ് ആണെന്ന് വിചാരിച്ച് 2 പ്രാവശ്യം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ ലൂസായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താണെങ്കിലും ഇനി ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വേവിച്ച വെള്ളത്തോട് കൂടിയാണ് കേട്ടോ. പിന്നെ 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമല്ല, പാൽ കേട്ടോ. മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എന്താണെങ്കിലും കസ്റ്റേർഡ് നല്ല ലൂസാണ്. അപ്പോൾ പിന്നെ ഇതും നല്ല ലൂസാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ക്യാരറ്റ് വേവിച്ച വെള്ളവും അതുപോലെ പാലൊക്കെ ചേർത്തിട്ട് അടിച്ചെടുത്തത് കേട്ടോ. കണ്ടില്ലേ, എന്നാലും അത്യാവശ്യം തിക്കൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ജാറിൽ എന്താണെങ്കിലും ഈ ക്യാരറ്റ് വേവിച്ച പേസ്റ്റ് കുറച്ചുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ കുറച്ചും കൂടി പാലിട്ട് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് പാലൊഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടത് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും അതുപോലെ ക്യാരറ്റ് അരച്ചെടുക്കുമ്പോൾ കുറച്ച് പാൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. എൻ്റെത് പിന്നെ ഏതായാലും കുളമായല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റും അതുപോലെ കസ്റ്റാർഡും നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു ആപ്പിളിൻ്റെ പകുതി അതുപോലെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അനാർ ഒന്ന് ഫുൾ എടുത്തിട്ടുണ്ട്, ചെറിയ അനാറാണ്. പിന്നെ മുന്തിരി, കറുത്ത മുന്തിരിയും പച്ച മുന്തിരിയും കുറച്ചെടുത്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാൻ. പുളിയുള്ള ഫ്രൂട്ട്സാണ് കയ്യിലുള്ളത് വെച്ചാൽ അതിലേക്ക് ചേർക്കാതിരിക്കുക കേട്ടോ നല്ലത്. ഞാൻ ആദ്യം തന്നെ തിന്ന് നോക്കിയിട്ടോ. മുന്തിരി 2 നല്ല മധുരമുള്ളതാണ് ഭാഗ്യത്തിന്. പിന്നെ ഡേറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെറി കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് മതി. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ നട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും തണുപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ആൾറെഡി നല്ല പോലെ തണുപ്പിച്ചിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ ഇതിൻ്റെത് ഇപ്പോൾ നല്ല ഡ്രിങ്ക് പോലെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതിൽ ക്യാരറ്റ് വേവിച്ച് ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇത്ര നല്ലൊരു കളറ് കിട്ടിയത്. മാത്രമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് ഉണ്ടേനു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് വേവിച്ചതൊക്കെ ഒന്ന് ചേർത്ത് നോക്കോണ്ടി. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും.